നമസ്കാരം. മന്ത്ര ടിവിയുടെ നേർക്കാഴ്ച എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്. പുരുഷന്മാർക്ക് സ്വാതന്ത്ര്യമുണ്ടോ ഇല്ലേ? കേരളത്തിലും നല്ല നമ്മുടെ ഭാരതത്തിനെ മാത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ പുരുഷന്മാർ ഇന്ന് പീഡിപ്പിക്കപ്പെടുന്ന ഒരു വിഭാഗമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പുരുഷന്മാർക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നുണ്ട്. ഭാരതത്തിലെ പുരുഷന്മാർക്ക് സ്വാതന്ത്ര്യമില്ല എന്നാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയും. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്. ആ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുമ്പോൾ അതനുസരിച്ച് ഒരു പുരുഷനെ എന്തുകൊണ്ട് പ്രൊട്ടക്ട് ചെയ്യുന്നില്ല? ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരു കുടുംബത്തിന്റെ ആയാലും പ്രസ്ഥാനത്തിന്റെ ആയാലും ഒരു സമൂഹത്തിന്റെ ആയാലും കാര്യങ്ങൾ ഫോർവേഡ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പ്രഥമമായ സ്ഥാനത്ത് നിന്നുകൊണ്ട് പോകുന്ന പുരുഷന് കടിഞ്ഞാൽ പോലെ പിടിച്ചു വലിക്കുന്ന ചില വ്യവസ്ഥിതികൾ നമ്മുടെ നാട്ടിൽ കാണുന്നു. അപ്പോൾ പുരുഷ പീഡനം അതിഭയങ്കരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പുരുഷന്മാർക്ക് എങ്ങനെ സംരക്ഷണം നൽകാൻ കഴിയും? എങ്ങനെ കഴിയും? ആരോടാണെങ്കിലും അതിന്റെ മറുപടി പറയണ്ടേ? ഭാരതീയ സംസ്കാരവും അതിന്റെ ഭാഗമായി കേരളീയ സംസ്കാരവും, ഈ രണ്ട് സംസ്കാരത്തിലും സ്ത്രീയെ ഒരു മഹാ വ്യക്തിത്വം കൽപ്പിച്ച് നൽകിയിട്ടുണ്ട്. അത് സ്ത്രീക്കും വ്യക്തിത്വമൊക്കെ കൽപ്പിച്ച് നൽകിയിട്ടുണ്ട്. സ്ത്രീക്കും വ്യക്തിത്വം കൽപ്പിച്ച് നൽകിയിട്ടുണ്ടെങ്കിലും പുരുഷന്മാരെ എന്തിനു പീഡിക്കുന്നു? അതിലേക്ക് വരികയാണ്. അല്ല, അങ്ങനെ വിശദമായിട്ടില്ല കാര്യങ്ങൾ പറയാം. അല്ല, അതിലേക്ക് വരുന്നതിന് മുമ്പ് അത് അതിന്റെ പശ്ചാത്തലം ഒരിക്കലെങ്കിലേ മനസ്സിലാവും. ഇപ്പൊ നമ്മളപ്പോൾ ഇരിക്കുന്ന ആയിരിക്കുന്നില്ല, കേൾക്കുന്നവരെല്ലാവരും. അല്ല, അങ്ങനെ പശ്ചാത്തലമല്ല നമുക്ക് വേണ്ടത്. മനസ്സിലാവാൻ പറയുന്നത് നമുക്ക് പുരുഷന്മാർക്ക് സംരക്ഷണം വ്യാസമണിയുടെ സ്ത്രീ സങ്കല്പത്തെ കൂടി പറഞ്ഞാൽ ഈ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഈ ഇരിക്കുന്നവർക്ക് മനസ്സിലാവില്ല. അപ്പൊ ഒരു കാര്യം പറയുമ്പോഴത്തേനെ അതിന്റെ ഗ്രൗണ്ട് പറഞ്ഞെങ്കിലേ മനസ്സിലാവും. അങ്ങനെ ഗ്രൗണ്ട് പറഞ്ഞാല് പുരുഷന്മാർക്ക് സ്വാതന്ത്ര്യം കിട്ടുമോ? സ്ത്രീകൾ പുരുഷന്മാരെ സ്വാതന്ത്ര്യമില്ലായ്മ കാണിക്കുന്നുണ്ടോ? ഒരു സ്ത്രീകളുടെ അഭിപ്രായം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്. ഉറപ്പായിട്ടും കൊടുക്കും. അതായത് സമൂഹത്തിലെ സ്ത്രീകളെ സമൂഹത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, സമത്വത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ട് പുരുഷന്മാരാണ് മുന്നോട്ട് വരുന്നത്. ആ പുരുഷന്മാരെ സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവരുന്നു, സ്വാതന്ത്ര്യത്തിന്റെ ഭാഗത്തേക്ക് കൊണ്ടുവരുന്നു. നേരത്തെയൊക്കെ സ്ത്രീകള് അടുക്കളയിൽ മാത്രമാണ് ഇരുന്നിരുന്നത്. ഇപ്പൊ വിദ്യാഭ്യാസ രംഗത്തായാലും ഭരണരംഗത്തായാലും വ്യവസായ രംഗത്തായാലും ഡ്രൈവിംഗ് രംഗത്തായാലും എല്ലാ ഭാഗത്തേക്കും സ്ത്രീകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം കൊടുത്തുകൊണ്ടാണ് കൊണ്ടുവരുന്നത്. അപ്പൊ ഒരു പുരുഷന് സ്വാതന്ത്ര്യമില്ലായ്മ ധാരാളമുണ്ട്. ആ സ്വാതന്ത്ര്യമില്ലായ്മയെ ചോദ്യം ചെയ്യുന്നത് എന്തുകൊണ്ട്? ഏത് തരത്തിലാണ് സ്വാതന്ത്ര്യമില്ലായ്മയുള്ളത്? പുരുഷൻ സ്വാതന്ത്ര്യമുണ്ടോ? എവിടാണ് സ്വാതന്ത്ര്യമില്ലാത്തത്? അവർക്ക് രണ്ട് സങ്കല്പങ്ങൾ, രണ്ട് സങ്കല്പമാണ്. അത് പാരമ്പര്യമായി കിട്ടിയിട്ടുള്ള ഒരു സ്ത്രീ സങ്കല്പമുണ്ട്, പാരമ്പര്യമായി കിട്ടിയിട്ടുള്ള പുരുഷ സങ്കല്പമുണ്ട്. ഇത് രണ്ടുപേരും രണ്ട് വളയത്തിനകത്ത്, രണ്ട് സർക്കിളാണ്. പുരുഷൻ നിൽക്കുന്ന സാങ്കല്പിക വളയത്തിനകത്തും സ്ത്രീ മറ്റൊരു സാങ്കല്പിക വളയത്തിനകത്ത് നിൽക്കുകയാണ്. ഈ പുരുഷൻ എന്ന് പറയുന്ന ഈ സാങ്കല്പിക വളയത്തിന് പുറത്ത് പലപ്പോഴും കാലെടുത്ത് വയ്ക്കും, പുറത്തേക്ക് പോവുകയും ചെയ്യും, പുറത്താൻ വീണ്ടും അകത്ത് വരികയും ചെയ്യും. ഈ സ്ത്രീക്ക് അനുവദിച്ചു കൊടുത്തിരിക്കുന്ന സാങ്കല്പികമാണ് അനുവദിച്ചു കൊടുത്തിരിക്കുന്ന ഈ സർക്കിൾ എന്ന് പറയുന്നത്, ആ സർക്കിളിനകത്ത് ആണ് അവർ നിൽക്കാൻ ആഗ്രഹിക്കുന്നത്. ആ സർക്കിളിനകത്ത് നിൽക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ഈ സ്വാർത്ഥതയുടെ ഏറ്റവും മുത്തങ്ങി ഭാവമാണ്. ആ സർക്കിളിനകത്ത് നിന്ന് എൻ്റേത് മാത്രം, എനിക്ക് മാത്രം, ഈ ഒരു ചിന്താഗതി അറിഞ്ഞോ അറിയാതെയോ ഈ സ്ത്രീകളിൽ അടിസ്ഥാനപരമായി അണിഞ്ഞിരുന്നുണ്ട്. ഇതിൽ എപ്പോഴെങ്കിലും വിള്ളൽ വരുമ്പോഴാണ് സ്ത്രീ പുരുഷ ബന്ധത്തിൽ, അത് ഭാര്യയും ഭർത്തൃ ബന്ധമായാലും മകളും അച്ഛനുമായിട്ടുള്ള ബന്ധങ്ങളായാലും സഹോദരിയുമായിട്ടുള്ള ബന്ധമായാലും വനിതാ സുഹൃത്തും പുരുഷ സുഹൃത്തുമായിട്ടുള്ള ബന്ധങ്ങളായാലും മറ്റ് രാഷ്ട്രീയപരമായി രാഷ്ട്രരംഗത്തുള്ള സഹപ്രവർത്തകர்களായിട്ടുള്ള ബന്ധങ്ങളിലായാലും വിള്ളൽ വരുന്നത് ഈ സ്ത്രീ ഇതിനകത്ത് നിന്ന് ഏറ്റവും കൂടുതൽ സ്വാർത്ഥ കാണിക്കുമ്പോഴാണ്. ഈ സ്ത്രീ എപ്പോഴെങ്കിലും പറയുന്നത് സംബന്ധിച്ചിടത്തോളം സ്വാർത്ഥതയുള്ളവരാണ് സ്ത്രീകൾ. പുരുഷന്മാരുടെ സ്വാർത്ഥതയിൽ ഒരു വിശാലതയുണ്ട്. ആ വിശാലത സ്ത്രീകൾക്ക് ഉണ്ടാകുന്നില്ല. അത് പാരമ്പര്യമായി സ്വാർത്ഥത കാണിക്കുന്നത്. അപ്പൊ ഏത് കാര്യത്തിനാണെന്നും കൂടി വിശദീകരിക്കണം.
പറയുമ്പോ. ഈ സ്ത്രീകൾ ഞാൻ നേരത്തെ പറഞ്ഞ സാങ്കല്പിക വളയത്തിന് പുറത്ത് എപ്പോഴെങ്കിലും ഒരു സ്ത്രീ കാലെടുത്ത് വിൽക്കാൻ ഇടയുണ്ടായാൽ അത് അപൂർവ സംഭവമായിരിക്കും. ഈ അപൂർവ സംഭവം ഉണ്ടാകുമ്പോഴത്തേന് ഈ അപൂർവ സംഭവത്തിൽ ഈ വളയത്തിന് പുറത്ത് ആ സ്ത്രീ ഇറങ്ങാൻ സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ ഈ സ്ത്രീ 3 ഭാവം കാണിക്കും. അതെന്താ ഈ വളയം ഉദ്ദേശിക്കുന്നത്? സാങ്കല്പിക വളയം ഞാൻ പറയുന്നത് അല്ല, ആ വള്ളത്തിന് ഇറങ്ങി കഴിഞ്ഞാൽ അവർ കുറ്റക്കാരിയാണ് അവരുടെ മനസ്സിൽ. അല്ല, ഞാൻ ഒരിക്കലും ഉദാഹരണത്തിന് ഇപ്പൊ ഒരു സ്ത്രീ ഒരു കുടുംബിനി, എല്ലാ കുടുംബിനിയും പഠിക്കുന്നവരൊക്കെ ഉണ്ട്. അവർക്ക് വെളിയിൽ പോകണമെങ്കിൽ ഒന്നല്ലെങ്കിൽ ഭർത്താവിന്റെ അല്ലെങ്കിൽ വളർന്ന ആൺകുട്ടികളുടെ പെർമിഷൻ വേണം. ഒരു പുരുഷന് വെളിയിൽ പോകണമെങ്കിൽ ആരുടെയും പെർമിഷൻ വേണ്ട. പിന്നെ എവിടെയാ സ്വാതന്ത്ര്യം? ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏത് സമയത്തും രാത്രി കയറി വരാം. ഒരു പെണ്ണ് 8 മണി കയറി കഴിഞ്ഞാൽ തന്നെ അവളെ കുറിച്ച് ഒരു കുട്ടി പഠിച്ചിട്ട് വരുന്നു, താമസിച്ചു പോയി, അവർക്ക് എന്തോ ബസ് കിട്ടിയില്ല അല്ലെങ്കിൽ ട്രെയിൻ കിട്ടില്ല, എന്തെങ്കിലും ലേറ്റ് ആയി പോയി, ഉടനെ അവളെ കുറിച്ച് വേറെ കഥ പറയും. അതേ സമയത്ത് കുറ്റപ്പെടുത്തുന്നത് വീട്ടുകാരായിരിക്കും. ഇന്ന് ആ അവസ്ഥയെല്ലാം മാറി. ഇല്ല, എവിടെ സമത്വത്തിലേക്ക് കൊണ്ടുവന്നു. അത് ചില സ്ത്രീകളല്ല, സ്ത്രീകൾക്ക് അതിനുള്ള അവസരം കൊടുക്കുന്നു. ഇല്ല, എല്ലാ സ്ത്രീകളും എല്ലാവരും ഇല്ല. എത്രയോ ആളുകൾ ഇപ്പോഴും ഉണ്ട്. എത്രയോ പ്രാകൃതമായ ആചാരങ്ങളെ കരുതി സ്ത്രീകൾ സഹിച്ചും ബുദ്ധിമുട്ടി വീടുകളിൽ ഈ ഭർത്താവിനെ സഹിച്ച് നിൽക്കുന്ന സ്ത്രീകൾ, കുട്ടികളെ കരുതി ഭർത്താവിനെ സംരക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന സ്ത്രീകൾ എന്നല്ലേ പറയുന്നത്? ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ആ ഭർത്താവിന് എന്തെങ്കിലും സ്വാതന്ത്ര്യമുണ്ടോ? വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടി വളർന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? എങ്ങനെങ്കിലും ഇതിനൊന്ന് വിവാഹം കഴിച്ചു കൊടുത്താൽ നമ്മൾ രക്ഷപ്പെടും. അതെ, അതാണ് പ്രധാന കാര്യം. ഒരു പെൺകുട്ടി ഒരു വീട്ടിൽ ജനിച്ചു, അവളെ വിവാഹപ്രായമായി വിവാഹം കഴിച്ചു വിടാതെ ബാധ്യത തീർക്കുന്നത് പോലെ അടിച്ചേൽപ്പിക്കുക. അത് ഒരാളിനെ ഒരു പുരുഷന്റെ അടുത്തേക്ക് വിവാഹം കഴിച്ചു അങ്ങോട്ട് വിട്ടുകഴിഞ്ഞാൽ ഈ സ്ത്രീയെ പരിപൂർണമായിട്ട് സംരക്ഷിക്കേണ്ട ചുമതല ആ പുരുഷനുള്ളതാണ്. സ്ത്രീ അങ്ങനെ പറയുന്നില്ലല്ലോ, എന്നെ പരിപൂർണമായിട്ട് സംരക്ഷിച്ചോണമെന്ന് സ്ത്രീ സംരക്ഷിക്കേണ്ടാത്ത ഒരു സ്ത്രീയാണെങ്കിൽ സംരക്ഷിക്കപ്പെടാത്ത ഒരു സ്ത്രീക്ക് അവർക്ക് അവരുടെ അയാളുടെ ഒന്നും വേണ്ട. അവർക്ക് ജോലിയുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, അവളെ കുടുംബം നോക്കിക്കൊണ്ടുപോകാൻ യാതൊരു എല്ലാവിധ കഴിവും പ്രാപ്തിയുണ്ട്. ആ സ്ത്രീക്ക് എന്ത് സ്വാതന്ത്ര്യമാണ്? ആ സ്ത്രീക്കാണ് സ്വാതന്ത്ര്യമുള്ളത്. അങ്ങനെയുള്ള ഒരു സ്ത്രീയുടെ വീട്ടിലുള്ള പുരുഷൻ ഒരടിമയായി ഇവിടെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, രൂക്ഷമായ പ്രശ്നം എന്ന് പറയുന്നത് പുരുഷന്മാര് ഒരു പരിധി കഴിയപ്പോഴത്തേക്ക്, പ്രത്യേകിച്ചും 60 വയസ്സ് കഴിഞ്ഞാൽ പലരും നമ്മള് സ്വകാര്യമായിട്ട് അവര് പച്ചയ്ക്ക് പറയാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണെങ്കിൽ സ്വകാര്യമായിട്ട് പറയുന്നുണ്ട്. 60 വയസ്സ് കഴിഞ്ഞാൽ ഒരു ഭർത്താവിന് ഒരു ഭാര്യയ്ക്ക് ആവശ്യമില്ല. അയാൾ ആ കുടുംബത്തിൽ ഒറ്റപ്പെടുന്നു. അയാളുടെ മരുന്നിന് അയാൾക്ക് കണ്ണിന് മരുന്ന് ഒഴിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ തനിക്ക് ഉണങ്ങി താൻ വിളിച്ചോളൂ എന്ന് പച്ചയ്ക്ക് പറഞ്ഞില്ലെങ്കിലും ഭാര്യയുടെ മനസ്സിരിക്കുന്നതാണ്. ഈ ഭാര്യയും അമ്മയും മക്കളും ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് ഈ ഗ്രഹനാഥൻ വളരെ കഷ്ടപ്പെട്ട് മക്കളെ പഠിപ്പിച്ച് ആ വളർന്നു വന്ന ആ ഗ്രഹനാഥന് ഒരു ഒറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഇന്നത്തെ ബഹുഭൂരിപക്ഷം കുടുംബങ്ങളുമുണ്ട്. ബുദ്ധിമുട്ടിക്കലല്ലോ അത്. കാരണം ഈ പുള്ളി അതിന് മാറിക്കൊടുക്കുന്നതുകൊണ്ടായിക്കൂടെ? അമ്മയും മക്കളും ഒന്നായി. ഇനിയിപ്പോ എന്നെ വേണം, ഞാൻ ഡയലോഗുകൾ പറഞ്ഞു അവര് മാത്രം ബാക്കിലോട്ട് പോകും. അപ്പൊ ഒരു കാര്യം അങ്ങനെയാണ് പുരുഷനെ സംബന്ധിച്ചിടത്തോളം ആ പുരുഷന്റെ ജീവിതത്തിൽ സമ്പാദിക്കുന്നതെല്ലാം ആർക്ക് വേണ്ടിയാണ്? ആ കുടുംബത്തിന് വേണ്ടിയാണ്, ഭാര്യയ്ക്കും കുട്ടികൾക്കും വേണ്ടി. അപ്പൊ കഷ്ടപ്പെട്ട് ആ കുട്ടികളെ വളർത്താനും ആ കുടുംബം നോക്കാനും വേണ്ടി വരുന്ന ഒരു പുരുഷൻ പ്രായമായ സമയത്ത് അവർക്ക് വേണ്ട തണൽ കൊടുക്കുകയല്ലേ വേണ്ടത്? അതായത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പുരുഷനെ സംരക്ഷിക്കാനുള്ള കടമയുണ്ട്. ആ കടമ നിറവേറ്റണം. അപ്പൊ സ്ത്രീയുടെ കാര്യം പറഞ്ഞപ്പോ പുരുഷനെ സംരക്ഷിക്കാനുള്ള കടമ സ്ത്രീക്കുണ്ട്. അപ്പൊ കുറച്ചു മുമ്പേ പറഞ്ഞല്ലോ, സ്ത്രീയെ ഒരു കല്യാണം കഴിച്ച ഒരു പെൺകുട്ടിയെ വിട്ട എല്ലാ ബാധ്യതയും പുരുഷന്റെ തലയിൽ. അപ്പൊ ഇതുപോലെ തന്നെ അവരുടെ കടമ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊടുക്കുമ്പോ അവിടെ ഒരു വീട്ടുകാരെ ഏൽപ്പിക്കുമ്പോ നോക്കുക എന്നുള്ളതും കല്യാണം കഴിച്ചു കൊടുക്കുന്ന ആളുടെ കടമയാണ്. അതാണല്ലോ ഒരു പുരുഷൻ ജോലി ചെയ്ത് സമ്പത്തുണ്ടാക്കി
അവന്റെ കഴിവനുസരിച്ച്, ഓരോരുത്തർക്കും ഓരോ കഴിവിന്റെ അടിസ്ഥാനത്തിലല്ലേ, ആ കഴിവനുസരിച്ച് കുടുംബം പുലർത്തി വരും. ആ കുടുംബം പുലർത്തി വരുന്ന ആ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ആ പുരുഷന്റെ പുരുഷായസിന്റെ നല്ലൊരു ഭാഗവും കഷ്ടപ്പെടുന്നതിന്റെ ആ ചോര തീരാക്കുന്നതിന്റെ ഫലം സ്ത്രീക്ക് പങ്കുണ്ട്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിന്റെ വിളക്കാണ്. ആ കുടുംബത്തിന്റെ വിളക്ക് ഒരു കുടുംബം നയിച്ചുകൊണ്ട് പോകാൻ കഴിയുന്നത് ഒരു സ്ത്രീക്കാണ്. അപ്പൊ സ്ത്രീക്ക് എപ്പോഴും നമ്മൾ ആ സ്ഥാനം കൊടുക്കുന്നുണ്ട്, സ്ത്രീയെ വളർത്തുന്നുണ്ട്, സ്ത്രീയെ സമൂഹത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടിട്ട് പുരുഷന്മാർ തന്നെ മുന്നോട്ട് വരുന്നുണ്ട്. ഇതിനുള്ളിൽ തന്നെ പുരുഷന്മാർക്ക് കിട്ടുന്ന ഈ പ്രായമായ ഒരു അച്ഛൻ, 60-70 വയസ്സുള്ള ഒരു അച്ഛൻ, അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ അമ്മയും മക്കളും ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് ഈ ഗ്രഹനാഥനെ ഒറ്റപ്പെടില്ല, അയാൾക്ക് സമയത്ത് ആഹാരം കൊടുക്കാതിരിക്കുക, അങ്ങനെയുള്ള പലരും പുറത്ത് കിടക്കുന്നവരെ നിലവിൽ പറയാൻ നിവൃത്തിയില്ലാതെ മറ്റ് സഹോദരിമാരുടെ വീട്ടിൽ പോയി താമസിക്കുന്ന ഒരുപാട് 60 വയസ്സും 65 വയസ്സും 70 വയസ്സും കഴിഞ്ഞ കുടുംബം പുലർത്തി ജീവിതത്തിന്റെ സൗന്ദര്യമുള്ള സമയം മുഴുവൻ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചിട്ട് അവസാന സായാഹ്ന സമയത്ത് കാലഘട്ടത്തിൽ സ്വന്തം സഹോദരന്റെ വീട്ടിൽ പോയി കഴിയേണ്ടി വരുന്ന സാഹചര്യം വന്നുള്ള നിരവധി പുരുഷന്മാർ 60-70 വയസ്സ് പ്രായമുള്ള പുരുഷന്മാരെ പിടിച്ചിരിക്കുകയാണ്. അവരിതൊന്നും പച്ചയ്ക്ക് പുറത്തു പറയാത്ത അവരുടെ ദുരഭിമാനം വെച്ചുകൊണ്ടാണ് വീട്ടിലുണ്ടാകുന്ന ഭാര്യയിൽ നിന്നുണ്ടാകുന്ന പീഡനങ്ങൾ. ഈ മാനസിക പീഡനം കൊണ്ടുകൊണ്ട് പ്രത്യേകിച്ച് മാനസിക പീഡനമാണ്. ഇങ്ങനെയുള്ള സമയത്ത് ആരും കൊടുക്കാതിരിക്കുക, സമയത്ത് അവരെ എല്ലാ കാര്യങ്ങളും അവോയ്ഡ് ചെയ്യുക, ഒറ്റപ്പെടുത്തുക, മക്കളും കൂടെ ചേർന്ന് ഒറ്റപ്പെടുത്തുക, നിരവധി നിസ്സാര കാര്യങ്ങൾ പോലും കുറ്റപ്പെടുത്തുക, തങ്ങളുടെ ആവശ്യങ്ങൾ ഈ ഗ്രഹനാഥൻ ആവശ്യാനുസരണം സാധിച്ചു കൊടുത്തില്ലെങ്കിൽ പറയുന്ന കുത്തുവാക്കുകൾ, ഇതൊക്കെ കേട്ട് പലരും സഹോദരിമാരുടെ വീട്ടിൽ അല്ലെങ്കിൽ സഹോദരിമാരുടെ വീട്ടിൽ മക്കളുടെ വീട്ടിൽ അതല്ലെങ്കിൽ അനാഥാലയങ്ങളിൽ അതല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഏതെങ്കിലും ഇതുപോലുള്ള അനുഭവിച്ച സ്വന്തമായിട്ട് പരിശ്രമം പോലുള്ള വരുമാനമുള്ള പുരുഷന്മാർ എവിടെയെങ്കിലും പോയി കൊച്ചു വീടെടുത്ത് അവിടെ കഞ്ഞിവെട്ടി കഴിക്കുന്ന നിരവധി ആൾക്കാരുണ്ട്. അവരോടൊപ്പം ചേർന്ന് ജീവിക്കുന്നവർ ഒക്കെ നിരവധി പേരെ നമ്മുടെ ദിവസം ഒരു സാമൂഹിക പ്രവർത്തന നിലയിൽ, ഒരു പത്രപ്രവർത്തന നിലയിൽ, ഒരു പൊതുപ്രവർത്തന നിലയിൽ ഇവരുടെ നിരവധി ആവരാധികൾ എന്നോടൊന്ന് പരാമർശം പറയാറുണ്ട്. ഞാൻ പരാമർശം പല കേസുകളിൽ ഇടപെട്ടിട്ടുണ്ട്. പുരുഷൻ അങ്ങനെ പീഡനം ഉണ്ടാവുന്നുണ്ട്, പക്ഷെ സ്ത്രീയുടെ ഭാഗം എന്തുകൊണ്ട് നോക്കുന്നില്ല? ഇതുപോലെ തന്നെ നോക്കാനായിട്ട് സ്ത്രീ സംരക്ഷണ സമിതികളും സ്ത്രീയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒത്തിരി ഭാഗങ്ങളും ഉണ്ട്. അത് പറയാം. ഒരു സ്ത്രീ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പുരുഷനേക്കാൾ കഴിവ് കുറവാണെന്നൊരു കൺസെപ്റ്റ് ആ പെണ്ണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്ഥലത്ത് എന്നാൽ ഒന്ന് നോക്കും ഭർത്താവിനെ പോട്ടെ, ചോദിക്കണം മോളാണെങ്കിൽ അച്ഛൻ പോട്ടെ, മറിച്ച് ഒരു പയ്യനോ ഒരു അച്ഛനോ ഒരു അത് പണ്ട് മുതലേ നമുക്കും അതാണ് ഇഷ്ടം. അവരോട് ചോദിച്ചിട്ട് വരുന്നതാണ് എനിക്കും ഇഷ്ടം, അനുശ്വരക്കും ഇഷ്ടം അത് തന്നെയാണ്. എവിടെയും നമ്മൾ ചോദിച്ചിട്ട് പോകുന്നത് നമ്മൾ പണ്ട് മുതലേ നമുക്ക് ആണ് ഇത്തിരി മുമ്പിൽ പെണ്ണ് ഇത്തിരി കുറഞ്ഞത്. നീ ആണല്ലേ, നമ്മൾ പെണ്ണല്ലേ. അതുപോലെ ആണ് മുൻപിലും പെണ്ണു പുറകിലും അടിസ്ഥാനത്തിൽ സംസ്കാരത്തിലെ അത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പുരുഷനെ സ്ത്രീയെ സംരക്ഷിക്കുന്നുണ്ട്. പ്രൊട്ടക്ഷൻ തന്നെയാണ്, അല്ലാന്നല്ല പറഞ്ഞത്. പക്ഷേ വയസ്സാകുന്ന കാലത്ത് ഈ പുരുഷന്മാർക്ക് വരുന്ന ഈ അനുഭവങ്ങൾ അവരാവശ്യമില്ലാതെ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യത്തിലേക്ക് കയറി ഇടപെട്ട് സംസാരിക്കുന്നത് കൊണ്ടായിക്കോട്ടെ. എന്താണ് ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇവർ ഇടപെടാൻ പോകുന്നത്? കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം ആ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത് ഒരു പുരുഷൻ. അല്ല, ഇവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഒരു സ്ത്രീ വളയത്തിനകത്ത് നിൽക്കുന്ന, ആ വളയം കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് സ്വാർത്ഥതയാണ്. ഒരു സ്വാർത്ഥതയാകുന്ന സാമൂഹിക വളയത്തിനകത്ത് നിന്നുകൊണ്ടാണ് ഈ സ്ത്രീ സ്ത്രീയാണ്. അമ്മ പോയിപ്പെട്ട് കഴിഞ്ഞാൽ അമ്മയ്ക്ക് എന്തെങ്കിലും അപകടങ്ങൾ സംഭവിക്കുമോ എന്നുള്ള ഭയം കൊണ്ടാകാം മക്കൾ അമ്മയുടെ നേരെ നിൽക്കുന്നത്, പ്രത്യേകിച്ച് ആൺകുട്ടികൾ. ഇപ്പൊ നമ്മളിത് കൺസെപ്റ്റ് നമ്മുടെ നാടിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെ ഉള്ള ആൾക്കാരെ കുറിച്ച് നമ്മൾ ഇങ്ങനെ സംസാരിക്കുന്നു. അതേപോലെ തന്നെ നേരെ തിരിച്ചു നോക്കൂ, ഗൾഫ് രാജ്യങ്ങളിൽ വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുന്ന ഒരു പുരുഷൻ, ആ പുരുഷന് ജീവിതകാലം മൊത്തം ഉണ്ടാക്കുന്ന
അധ്വാനിച്ചുണ്ടാക്കുന്ന സമ്പത്ത് കംപ്ലീറ്റ് നാട്ടിലേക്ക് നമ്മുടെ കുടുംബത്തേക്കാണ് കൊടുക്കുന്നത്. ആ കുടുംബത്തേക്ക് കൊടുക്കുന്ന ആ കഷ്ടപ്പെടുന്ന ആ ആളിന്റെ ഉള്ളിലുള്ള എന്താ, എന്റെ ഭാര്യയും മക്കളും നല്ല രീതിയിൽ ഞാനിവിടെ എത്ര കഷ്ടപ്പെട്ടാലും അവസാനം അവര് വരുന്ന സമയത്ത് ഒന്നും സമ്പത്തും കാണത്തില്ല. അത് മാത്രമല്ല, ഈ വരുന്നയാളിനെ സ്വീകരിക്കാൻ പോലും തയ്യാറാകാത്ത ഒരു അവസ്ഥ. ചിലപ്പോ ഭാര്യയും കാണത്തില്ല. അമ്മയും മക്കളും മാത്രം ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. ഈ അച്ഛനിട്ടേച്ച് പോയിട്ട് പുരുഷന്മാരെല്ലാം നല്ലവരാണെന്ന് പറയുന്നില്ല. എത്ര ശതമാനം കുടുംബങ്ങളുണ്ട്, എത്ര ശതമാനം സ്ത്രീ നല്ല രീതിയിൽ സ്നേഹിച്ച് വളരുന്ന അച്ഛനും അമ്മയും മക്കളും ഒരിക്കലും പോവില്ല. പക്ഷേ ഈ ഒരു കാലം ഒരു അധ്വാനിച്ച് ആ അധ്വാനത്തിന്റെ അംശം പരമാവധി കിട്ടി കുട്ടികളൊക്കെ വളർന്ന് കെട്ടിക്കേണ്ടവരെയൊക്കെ കെട്ടിച്ച് മറ്റവരെ ഉദ്യോഗമൊക്കെ കിട്ടേണ്ട ഒരു സാഹചര്യം ഉദ്യോഗമൊക്കെ കിട്ടിയതിന് ശേഷം ഈ ഭാര്യയും ഭർത്താവും വളരെ സ്നേഹിച്ച് ജീവിക്കുകയാണെങ്കിൽ അവർ എത്രയോ സന്തോഷമായിട്ട് ജീവിക്കും. അങ്ങനെ ജീവിക്കുന്ന ആൾക്കാർ ധാരാളമുണ്ട്. അതിന് ഉപരിയായിട്ട് ഇവരെ പീഡിപ്പിക്കുന്ന ഒരു സമൂഹവും എന്ത് റീസണാ, എത്ര റീസൺ ആണെങ്കിലും ആ ആളിനെ സംരക്ഷിക്കണ്ടേ. ആ വ്യക്തി ചിലപ്പോ വ്യക്തി ചിലപ്പോ മദ്യപിക്കുന്ന വ്യക്തിയായിരിക്കും വയസ്സുകാലത്തും. അങ്ങനെ സന്ധ്യ നേരത്തൊക്കെ അവരായ കാലത്ത് ഒരുപാട് സഹിച്ചതായിരിക്കും ഈ സ്ത്രീ. ഇപ്പൊ അവർക്ക് പ്രാപ്തിയായി, മക്കളൊക്കെ വളർന്നു. എനിക്ക് ഒരു കാരണം ഇതിനുള്ള ഒരു അവസരം പറയുകയാണ്. ഇയാള് തോന്നുന്നവിടെയൊക്കെ കള്ളൊക്കെ കുടിച്ച് ഒരുമാതിരിയൊക്കെ വൃത്തിയില്ലാതെയൊക്കെ നടന്ന് ഒരു അതിർത്തി രീതി ജീവിതം നയിക്കുമ്പോൾ ഇവർ കുറ്റപ്പെടും. ആര്? ഈ വീട്ടിലെ അതിന് സപ്പോർട്ട് വരാൻ മക്കളുണ്ടാവും. അങ്ങനെ ചെറുതായിട്ട് കുറ്റം പറഞ്ഞ് ആളിനെ അതിനെന്ത് ചെയ്യണം? എന്തൊരു സൊല്യൂഷൻ എന്താണ് അതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്? ഈ വ്യക്തി ഫുള്ള് കൊടുക്കരുത്, അവർക്ക് ഫുള്ള് കൊടുക്കരുത്. എന്റെ അഭിപ്രായം അത് ന്യായം. കൊടുക്കരുത്. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം പുരുഷൻ സമ്പാദിക്കുന്ന തുകയിൽ നല്ലൊരു ശതമാനം പുരുഷന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അല്ല, ഒരു പുരുഷൻ വിവാഹം കഴിച്ച് കുട്ടികളൊക്കെ ആയി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികൾ പണ്ടത്തെ കുട്ടികളെ പോലൊന്നുമല്ല. കുട്ടികളുടെ പേര് അതാണ് ആവശ്യം. അതായത് ആ പുരുഷൻ ഉണ്ടാക്കുന്ന സ്വത്ത് കുട്ടികളുടെ പേരിലും ഭാര്യയുടെ പേരിൽ എഴുതി വെച്ച അവർക്ക് സന്തോഷം. ഭർത്താവ് മക്കളൊക്കെ വളർന്നുകൊണ്ടിരിക്കുന്നു, ഭാര്യയെ ജീവിച്ചോണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ ആ ഭാര്യയിൽ നിന്ന് എന്തെങ്കിലും ഒരു ഡൗട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീയുടെ സ്വഭാവം ഒരു ഭർത്താവിന് അറിയാലോ. ഇവരെങ്ങനെയായിരിക്കും നാളെ എന്നെ ഏത് രീതിയിലാണ് ഇവർ കാണാൻ പോകുന്നത് എന്നുള്ള ഒരു സാധാരണ ഒരു ചിന്താഗതി ആ വ്യക്തിക്ക് ഉണ്ടാകുമല്ലോ. അപ്പോൾ ആ വ്യക്തി എന്ത് ചെയ്യണം? എന്തെങ്കിലും സേവ് ചെയ്യണം. വയസ്സ് കാലം സേവ് ചെയ്യാൻ കഴിയാത്ത ആരോഗ്യാവസ്ഥയായിരിക്കും. അല്ല, അതല്ല സേവ് ചെയ്യാൻ കഴിയാത്ത പ്രാക്ടിക്കലായിട്ട് വേറെ കാര്യമുണ്ട്. ഒരു ഉദ്യോഗത്തിലിരിക്കുന്ന അല്ലെ ഒരു കച്ചവടം ചെയ്യുന്ന അല്ലെ വിദേശത്ത് പോയി നിൽക്കുന്ന അദ്ദേഹം സമ്പാദിക്കുന്ന പൈസയ്ക്ക് തതുല്യമായിട്ടായിരിക്കും അല്ലെ അതിൽ നിന്ന് കുറച്ചുകൂടെ എക്സസ് ആയിട്ടായിരിക്കും എക്സ്പെൻസസുകൾ ആ വീട്ടിലേക്ക് വരുന്നത്. വീട്ടിലുള്ള കുട്ടികൾക്ക് പഠനത്തിന് വേണ്ടിയിട്ട് പണ്ടത്തെ പോലെ പണ്ടൊക്കെ സ്കൂളിൽ പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് സ്കൂളിൽ പോകുന്ന 4 പുസ്തകമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നടന്ന് നമ്മൾ സ്കൂളിൽ പോയി പഠിച്ചു വരും. ഇന്ന് ഇന്റർനാഷണൽ സ്കൂളുകളിലും പ്രൈവറ്റ് സ്കൂളുകളിലും ഒക്കെ പഠിക്കുമ്പോൾ അതിഭയങ്കരമായ ഫീസാണ്. വിദ്യാഭ്യാസ രംഗത്ത് വളരെയധികം ചെലവ് വരും. കുടുംബപരമായിട്ടുള്ള ചെലവുകൾ ധാരാളമുണ്ട്. അപ്പോൾ ഒരു പുരുഷനെ കൊണ്ട് താങ്ങാവുന്നതിന്റെ പരിധി വളരെ കൂടുതലായിട്ട് അദ്ദേഹം ഉണ്ടാക്കുന്ന പൈസ തികയാതെ വരുന്ന ഒരു അവസ്ഥയുണ്ടാകും. ആ തികയാതെ വരുന്നെങ്കിൽ പോലും അത്രയും പണം മുടക്കി ഈ വീട് സംരക്ഷിക്കുന്നു. ഒരുപക്ഷെ ഇപ്പോഴൊക്കെ സ്ത്രീകളും കൂടെ ജോലി ചെയ്തിട്ടാണ് അത് കോമ്പൻസേറ്റ് ചെയ്ത് പോകുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന ഒരാൾക്ക് സമ്പാദിച്ചു വെക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ സമ്പാദനം എന്ന് പറയുന്നത് ഭാര്യയും മക്കളും കുടുംബവുമാണ്. ആ ഭാര്യയും മക്കളും കുടുംബവും അദ്ദേഹത്തെ പിന്നോട്ടടിക്കുമ്പോൾ മാനസികമായിട്ട് തകർന്ന് ഒരു ഭ്രാന്തനെ പോലെ അലഞ്ഞു നടക്കുന്ന ഒരു അവസ്ഥ ധാരാളം പുരുഷന്മാർക്കുണ്ടാകും. ഈ ബഹുഭൂരിപക്ഷം പുരുഷന്മാർ മദ്യപിക്കുന്നതിനുള്ള അതിനെക്കുറിച്ച് ശരിക്കും ഒന്ന് പഠിച്ച അടിസ്ഥാന വിദഗ്ധരിലേക്ക് ഒന്ന് പോയി കഴിഞ്ഞാൽ അതിന് ഒരു പ്രധാന ഒരു 90% കാരണം സ്വന്തം ഭാര്യയായിരിക്കും.
അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ തിരുവനന്തപുരം നഗരം, എറണാകുളം നഗരം, കോഴിക്കോട് നഗരം, ഈ 3 നഗരങ്ങളിലെയും തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സെന്ററിലെ സോഷ്യോളജി ഡിപ്പാർട്ട്മെന്റിലെ ഗവേഷണ വിദ്യാർത്ഥികൾ ഒരു ഗവേഷണ സർവേ നടത്തിയപ്പോഴത്തേക്ക് ഈ 3 പട്ടണങ്ങളിലെയും 35% വീട്ടമ്മമാരും മദ്യപിക്കുന്നവരും പരപുരുഷ ബന്ധമുള്ളവരും. ഇത് ഞാൻ പറയുന്നില്ല, റിപ്പോർട്ട് പറയുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറയുന്ന കാര്യമല്ല. അതായത് സ്ത്രീകൾ മദ്യപിക്കുന്നവരുണ്ട്, മദ്യപിക്കാത്തവരുമുണ്ട്. ഇപ്പൊ മദ്യപിക്കുന്ന സ്ത്രീകളും മദ്യപിക്കാത്ത സ്ത്രീകളും അല്ല നമ്മുടെ വിഷയം. പുരുഷന്മാർക്കുണ്ടാകുന്ന പീഡനത്തെ എങ്ങനെ സംരക്ഷിക്കാം? പിന്നെ കുടുംബത്തെ തുല്യമായിട്ട് ഭാര്യയും ഭർത്താവും ഒരു കുടുംബം തുല്യമായിട്ട് കൊണ്ടുപോകുന്ന ഒരു ഫാമിലിയിൽ ഒരിക്കലും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകും. ഞാൻ മാഡത്തിന്റെ ഒരു കാര്യം ചോദിച്ചോട്ടെ. മാഡത്തിന്റെ ഈ കുട്ടിയുടെ മനസ്സിലുള്ള പ്രായത്തിലുള്ള പിന്നെ മാഡത്തിനെ സങ്കല്പിക്കുക. ആ സങ്കല്പത്തില് നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനോ അമ്മയായിട്ടുണ്ടായിരുന്ന സഹോദരങ്ങൾക്കുണ്ടായിരുന്ന അല്ലെങ്കിൽ ഭർത്താവുമായിട്ടുണ്ടായിരുന്ന ഒരു അറ്റാച്ച്മെന്റ്, ഒരു പരസ്പര ഒരു വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു അറ്റാച്ച്മെന്റ്, ആ അറ്റാച്ച്മെന്റ് പുതിയ തലമുറയ്ക്ക് ഉണ്ടോ? അത് തുറന്നു പറഞ്ഞു. അതില്ല. അല്ല, അവർക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു ഇപ്പോഴത്തെ കുട്ടികൾക്ക്. ഞങ്ങൾ വളർന്ന ഞങ്ങളെ സഹോദരങ്ങളെ ഞങ്ങൾക്ക് കിട്ടിയ ഒരു കൺസെപ്റ്റ് അല്ല ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക്. പെൺപിള്ളേരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഞങ്ങൾ വളർന്ന സമയത്തുണ്ടായിരുന്ന രീതിയിൽ ഇപ്പൊ ഇവർക്ക് കിട്ടുന്നത്. ഇവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഞങ്ങൾ വളർന്ന സമയത്ത് ഇങ്ങനെ ഒരു സംഭവത്തിന് ഇരുത്താൻ സമ്മതിക്കത്തില്ല. അന്നൊരു സ്ത്രീയെ പുറത്തിറങ്ങാൻ സമ്മതിക്കത്തില്ല, അതൊരു ജോലിക്ക് പോകാൻ സമ്മതിക്കത്തില്ല. എന്തിനു പറയുന്നു? ഒരു 15 വയസ്സ് കഴിയുമ്പോ ഭൂരിഭാഗം സ്ത്രീകളെ കല്യാണം കഴിച്ച ഒരു കുഞ്ഞിന്റെ അമ്മയായി കാണും. ഇന്ന് പറയുന്നത് ശരിയല്ല. നമ്മുടെ തലസ്ഥാന നഗരിക്ക് ആദ്യമായിട്ട് പാർലമെന്റിലേക്ക് അയക്കുന്ന ഒരു സ്ത്രീയാണ്. എല്ലാത്തിനും സ്ത്രീകളും ഈ രാജ്യങ്ങളുടെ മുഴുവൻ കുറ്റങ്ങളും അവസ്ഥാനത്ത് അന്വേഷിച്ചെന്ന ഇപ്പോഴും ഭരിക്കുന്നില്ലേ? ഇപ്പോഴും ഭരിക്കുന്നില്ലേ? ബംഗാളിൽ ഭരിക്കുന്ന സ്ത്രീയല്ലേ? പറ്റും, അവർക്ക് പറ്റും. അവരെ കൊണ്ട് പറ്റാത്തതല്ല. സ്ത്രീകളെ സ്ത്രീകളുടെ പുരുഷന്മാരുടെ പ്രശ്നമായി. പ്രശ്നമില്ല. ഇപ്പൊ ഒരു കുടുംബം ജോലിയുള്ള ഒരു സ്ത്രീ നമുക്കറിയാം പൈസയുടെ വില എത്രയാണ്. മറിച്ച് ഇവള് വീട്ടിൽ ഇരുന്ന് ദാന്തം അടിച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ അയാളെ ഇന്ന് മൊത്തം ഊറ്റിക്കൊണ്ടിരിക്കും. അയാൾ നാടി വരുന്നത് ഒന്നും കാണത്തില്ല. മറിച്ച് ബുദ്ധിയും വിവേകമുള്ള ഒരു സ്ത്രീ ആണെങ്കിൽ ഞാൻ വയസ്സ് കാലമാകുമ്പോഴത്തേക്ക് ഞങ്ങളെ ഒന്നും കാണത്തില്ല, മക്കളൊക്കെ അവരുടെ കാര്യം നോക്കി പോകുമ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും വേണം എന്ന് ബുദ്ധിയുള്ള സ്ത്രീയും ബുദ്ധിയുള്ള പുരുഷനും ചിന്തിച്ചാൽ അവർക്ക് ഒരിക്കലും ഇങ്ങനെ ഇറങ്ങിപ്പോണ്ട ഒരു അവസ്ഥ വരത്തില്ല. അവർക്ക് വരത്തില്ല. പക്ഷെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. സ്നേഹം എന്ന് പറഞ്ഞൊരു സംഭവം. സ്നേഹം, പരസ്പര പരസ്പര വിശ്വാസമാണ്. അവര് ആയ കാലത്ത് ഞങ്ങൾക്ക് ഇത്രയും ചെയ്തു തന്നൊരു വ്യക്തിയാണ്. നല്ല യൗവനത്തിൽ എല്ലാം നമുക്ക് ഏറ്റവും കൂടുതൽ മക്കളുടെ കാര്യങ്ങൾ സഹായിച്ചു കൊടുക്കുന്നത് അച്ഛന്മാരാണ്. കാരണം അമ്മ പറ്റില്ല എന്ന് പറയുന്നത് അച്ഛനോട് സമീപിച്ചിട്ടാണ് കുട്ടികൾ എന്റെ മക്കളുടെ കാര്യം ഞാൻ പറഞ്ഞത്. അവരെന്തും അല്ല, അത് ഒരു ഇപ്പം ടീച്ചറിന്റെ മക്കളെന്നുള്ളതല്ല, സ്വാഭാവികമായിട്ട് നമ്മുടെ ഭാരതത്തിലുള്ള എല്ലാ ഒരു അവസ്ഥയാണ്. കുട്ടികളോട് പിന്നെ ആ കുട്ടികളാണെങ്കിൽ അമ്മയെ സമീപിക്കും, പെൺകുട്ടികളാണെങ്കിൽ അച്ഛനെ സമീപിക്കും. അതൊരു പ്രകൃതി നിയമമാണ്. അപ്പൊ ഇവര് തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ആര്? ഈ ഭാര്യ ഭർത്താവ്. മക്കൾ വളർന്ന് അവരുടെ ജീവിതത്തിലോട്ട് പോകുമ്പോൾ എനിക്ക് നീയോട് തണല്, നിനക്ക് ഞാൻ ആ ഒരു അവസ്ഥയാണ്. പറഞ്ഞ രീതി അതില്ലാത്തവർക്കാണ് പ്രശ്നം. അതില്ലാത്തവർക്ക് ഇപ്പൊ ധാരാളമാണ്. അതിന് പല റീസണും കാണും. ചിലപ്പം നല്ല സമയത്ത് ഈ സ്ത്രീ ഒരുപാട് ഉപദ്രവിച്ച ഒരാളായിരിക്കും. ഈ കേടുപാടെല്ലാം തീർക്കുന്ന അവസാന കാലത്തിലായിരിക്കും. അതിന് നല്ല സമയത്ത് തന്നെ ഒരുപാട് ഉപദ്രവിച്ചതല്ലേ. അപ്പൊ ഇപ്പൊ പണി കിട്ടപ്പോ അങ്ങനെ ഇപ്പം ഒരു പ്രത്യേകിച്ച് പല സ്ത്രീകളും ഉപദ്രവിക്കാറുണ്ടെന്ന് പറഞ്ഞു. പല സ്ത്രീകളും അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ്. എന്റെ അറിവിൽ തന്നെ പുരുഷന്മാരെ സ്ത്രീകളെ ഉപദ്രവിക്കുന്നത് തെറ്റാണ്. എന്റെ അറിവിൽ തന്നെ ഒരു ടീച്ചർ ഞാൻ പറയാം. ആ ടീച്ചർ പറയുകയാണ്, അവർക്ക് വയസ്സായി, ഇപ്പൊ 19 വയസ്സുള്ള ആ സ്ത്രീ പറഞ്ഞ എന്റെ നല്ല സമയത്ത് ഈ മനുഷ്യൻ എന്നെ ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു. ഇത് ഞാൻ നേരെ കേട്ടിട്ടുണ്ട്. ആരുടെ പേര് ഞാൻ പറയുന്നില്ല.
ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു സാഹിത്യമായി മലയാളിയാണ്. ലോകം മുഴുവൻ ഒരുപാട് ഇംഗ്ലീഷിലുള്ള കവിതകളും ചെറുകഥ എഴുതിയിട്ടുള്ള മലയാളത്തിൽ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരുടെ വീട്ടിൽ ഞാൻ ചെല്ലുന്നു. എന്നോടൊപ്പം സോളി കൊണ്ടുവന്നു. ചെല്ലപ്പോഴത്തേന് ഈ ഭർത്താവിനെ ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് പിടിച്ചുകൊണ്ട് പിന്നെ കട്ടിലെ കൊണ്ട് കിടത്തിയിട്ട് ഞങ്ങളുടെ അടുത്തുള്ള ഈ സ്ത്രീ പറയുന്നത് എന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുള്ള മനുഷ്യനാണ്, എന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുള്ള മനുഷ്യനാണ് നടരാജ. എങ്കിലും ജീവിച്ചിരുന്നോട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഒന്നുമില്ലെങ്കിലും അത്രയും അപവാദങ്ങൾ പറഞ്ഞിരിക്കുന്നു. സാധാരണ സ്ത്രീയല്ല പറഞ്ഞത്. അപ്പൊ അത് അവിടെ ആ പുരുഷനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് സ്ത്രീ തയ്യാറായി. എന്നാൽ ഇവിടെ പല ഭൂരിപക്ഷം വീടുകളിലും ഉണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മുടെ ഭവനങ്ങളിലും ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് പ്രായം ചെല്ലുന്തോറും പുരുഷനെ അകറ്റി നിർത്തുന്ന ഒരു സംഭവം. വനിതാമണി സ്ത്രീകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു വലിയ കാര്യമാണ് ഇപ്പൊ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ അത് വിഷയമാവുന്നതിന്റെ പേരിൽ നമുക്ക് അടുത്ത ലക്കത്തിലേക്ക് എന്തായാലും പുരുഷന് സ്വാതന്ത്ര്യം വേണം. ആ വേണ്ട സ്വാതന്ത്ര്യം ഏത് രീതിയിലായിരിക്കണം? പുരുഷൻ സ്ത്രീകൾക്ക് ദുരുപയോഗപ്പെടുത്താൻ ചില ആൾക്കാരുണ്ട് ഭാര്യ എന്തെങ്കിലും കൂടുതൽ ചെയ്താൽ അവർക്ക് കഴിവില്ല. എന്നെ ഇട്ട് എന്റെ തട്ടി കളഞ്ഞിട്ട് അവളെല്ലാം കയറി ചെയ്യാം. അപ്പൊ നമ്മൾ കുടുംബത്തിൽ അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കുടുംബത്ത് സ്നേഹവും സന്തോഷവും ഉണ്ടെങ്കിൽ അവിടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സ്നേഹത്തിലും സന്തോഷത്തിലും വരുന്നതാണ്. ഈ ഒരു ചർച്ച നമ്മുടെ നാട്ടിലെ എല്ലാ ഭവനങ്ങളിലും സന്തോഷം നിറഞ്ഞ സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന നാളുകളായി വരട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. നിർത്തുന്നു. നമസ്കാരം. കുടുംബ ബന്ധത്തിൽ സ്ത്രീക്കും പുരുഷനും തുല്യ സ്വാതന്ത്ര്യമല്ലേ വേണ്ടത്? ഒരാൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യവും മറ്റൊരാൾക്ക് അത് കുറവുമാകുന്നത് ശരിയാണ്. തുല്യ സ്വാതന്ത്ര്യവും തുല്യ വിശ്വാസവും തുല്യ പരസ്പര സ്നേഹവും ഒക്കെ ഉണ്ടെങ്കിൽ കുടുംബ ബന്ധങ്ങൾ നല്ല നിലയിൽ തന്നെ നിലനിൽക്കും. നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായം കമന്റുകളായി രേഖപ്പെടുത്താം. ബാക്കി ഭാഗം അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ നന്ദി, നമസ്കാരം. വാർത്തകൾക്കും നേരിന്റെ തിരിച്ചറിവുകൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വെബ്സൈറ്റ് സന്ദർശിക്കുക.